നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും അല്ലേ. ഈ പറയുന്ന രീതിയിലുള്ള ടോർച്ചറിങ്, പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല, കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കുറേ കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ യഥാർത്ഥത്തിൽ? അങ്ങനെ ഒരു കമന്റ് ശരിക്കും ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നെങ്കിൽ ഈ ഓഫീസ് ക്ലോസ് ആയിട്ട് ഇപ്പൊ 3 ദിവസമായി. ഈ 3 ദിവസമായിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്ത് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഇട്ടിട്ട് പോവാം. ഞങ്ങൾ ആരും പോയിട്ടില്ല. കാരണം ഞങ്ങൾ ആ രീതിയിലല്ല ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. ആ ഏണിങ്സിൽ വേറെ ആർക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി തരാൻ പറ്റത്തില്ല. ഞങ്ങൾ ചലഞ്ച് ചെയ്യുക. ഞങ്ങളുടെ സാറും മാമും ഞങ്ങൾക്ക് തരുന്ന പോലെ ഇത്രയും ഫ്രീഡത്തിൽ ഇത്രയും ഏണിങ്സോട് കൂടെ ഞങ്ങൾക്ക് ആർക്കും ജോലി തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പറ്റുന്നുള്ളവർ ഞങ്ങൾക്കൊന്ന് തരട്ടെ. ഞങ്ങൾ അങ്ങനെ ഒരു ചലഞ്ച് മുന്നോട്ട് വെക്കുവാണ്. ഞാനിപ്പോ ഏറി നിൽക്കുന്ന ഒരു വ്യക്തി, ഞാനൊരു പോസിറ്റീവ് കമന്റ് ഇട്ടു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എന്റെ പേഴ്സണൽ പ്രൊഫൈൽ എടുത്ത് അത് കാണിച്ചിട്ട് എന്നെ മാക്സിമം ഹറാസ് ചെയ്യുന്നുണ്ട്. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ പിന്നീട് ഒരു കമന്റ് പോലും ഞാൻ പറയാൻ പോയിട്ടില്ല. കാരണം എനിക്കൊരു പോയിന്റ് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ അതവിടെ പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. അതിന്റെ പേരിൽ തന്നെ ഒരുപാട് ഹറാസ് ചെയ്യുന്നുണ്ട്. മെന്റലി ആയാലും നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ എനിക്കിത് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ഇത്രയും പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്തൊരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾ പടുത്തുയർത്തിയതാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഒരു ടോർച്ചർ കൊണ്ടിട്ട് ഞങ്ങളുടെ എല്ലാവരും ജീവിതം ഇപ്പൊ വഴിമുട്ടി നിൽക്കുന്നത്. ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് പകുതി വഴിക്ക് നിൽക്കുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ ചോദിക്കാനുള്ളൂ. ഇവർക്ക് ആർക്കെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ആ ഒരു ചോദ്യം ഞങ്ങളുടെ മുന്നിലുള്ളത്. യൂട്യൂബ് ചെയ്യുന്നവർക്ക് ഒരു യൂട്യൂബില് വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടുമായിരിക്കാം. അത് നിങ്ങളുടെ മാത്രം ഇതാണ്. നിങ്ങൾ റീച്ച് ആക്കുന്നു, നിങ്ങൾ പലവരെയും അതിനകത്ത് വ്യക്തിഹത്യ ചെയ്യുന്നു, അതുമൂലം നിങ്ങൾ ക്യാഷ് മേടിക്കുന്നു. ഇത് വെറും ഒരു വ്യക്തിയല്ല. നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും കുട്ടികളും ഇത്രയും കുട്ടികൾ ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഓരോ കൊച്ചുങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലർക്കും മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഇത്രയും പേരും അതേ രീതിയിൽ നാളെ അവർ പ്രതീക്ഷയോട് ഇരിക്കുക, എന്റെ മനസ്സ് മാറും എന്നൊരു പ്രതീക്ഷയുണ്ട് അവരിൽ. ആ പ്രതീക്ഷയോട് അവരിയ്ക്കുന്നത്. ആ പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ, നാളെ ഈ ഗേറ്റിന് ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് അങ്ങനെ ഇരിക്കത്തില്ല. അവർ ഉറപ്പായിട്ടും ഇരിക്കത്തില്ല. ഇത് അവർ ഇന്നും വരുന്നത് ഞങ്ങളുടെ ഓഫീസുണ്ട്, ഞങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾക്ക് കയറി വരാം, ഞങ്ങൾക്ക് മാമും സാറും ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ അവർ തരുന്നുണ്ടെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് അവർ ഇച്ചിരി ഒരു പുഞ്ചിരി മുഖത്തിരിക്കുന്നത്. അതേസമയം നാളെ വരണ്ടെന്ന് പറഞ്ഞ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു സ്ഥാപനത്തിനെതിരെ ആരോപിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സ്റ്റാഫുകൾ അടിമകളെ പോലെ ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ അവർ ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, രാവിലെ തൊട്ട് സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്, 5ാമത്തെ നിലയുടെ മണ്ടയിൽ പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു നിസ്സാര തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. രാവിലെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരുണ്ട്, വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ പലവരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് കളക്ഷന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ ഓരോ ബാങ്കിന്റെ ഓരോ സ്ഥലങ്ങളിലെയും പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുന്നവരുണ്ട്. ഇവരൊക്കെ ജോലിക്കാരാണ്. അവരെല്ലാം ജോലിക്കാരാണ്. ഈ സ്ഥാപനങ്ങൾ ഓരോ സ്ഥാപനവും ജോലി ചെയ്ത പൈസ കൊടുക്കത്തില്ല. അവരെ ഐ ടി ഫീൽഡിൽ കൂടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരുപാട് സ്ഥലമില്ലേ, ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് നടക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഈ കമന്റ് ചെയ്യുന്നവർ ചെയ്യട്ടെ, ഞാൻ പോകുന്ന സ്ഥാപനത്തിൽ പക്കയാണ്, അവിടെ എനിക്ക് ചുമ്മാതിരുന്നാൽ മതി, എനിക്ക് ശമ്പളം കിട്ടും, എന്നെ അവിടെ 10 മിനിറ്റോട് ജ്യൂസും തന്ന് സ്നേഹിച്ചായിരുത്തുന്നേ എന്ന് പറയട്ടെ. ധൈര്യമുള്ളവർ വരട്ടെ. ആ ഏതാണോ ആ ഒരു ഫെയിം, അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവർ വരട്ടെ. അപ്പൊ അതല്ല ഒരു ജോലി ചെയ്താൽ, ഇപ്പൊ ഈ യൂട്യൂബ് ചെയ്യുന്നവരും എത്രയോ പേരുടെ തെറിവിളി കേട്ടിട്ടാ 10 രൂപ മേടിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തിനെ നിങ്ങൾ നെഗറ്റീവ് ആക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. നിങ്ങളൊന്ന് വരിക, ആ സ്ഥാപനം ഇവിടെ തന്നെ ഉണ്ട്, വന്ന് ഇവരോട്, ഈ വർക്ക് ചെയ്യുന്നവരോട് തിരക്കുക. ഇവരുടെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരെന്തായാലും അവരുടെ ഒറിജിനലേ പറയത്തുള്ളൂ, ഇതായിട്ട് പറയത്തില്ല. അവരോട് ചോദിക്കുക, അവരെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ മാമിന്റെ മുന്നിൽ വെച്ച് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ട്, പേഴ്സണലായിട്ട് ചോദിക്കുക. ഇതൊരു തെറ്റാണ്, കംപ്ലീറ്റ് ഈ പറഞ്ഞത് ഫുള്ള് ശരിയാണ് എന്ന് നിങ്ങൾ നിയമത്തിന്റെ സഹായത്തോടെ തെളിയിക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ വീഡിയോ ആക്കി ഇടുക. ഞങ്ങൾ ഒലീവിയയുടെ കാര്യങ്ങൾ തിരക്കി, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ പറഞ്ഞത് സത്യമാണെന്നും അവർക്കെതിരെ ഞങ്ങൾ നിയമ നടപടിയായിട്ട് ഇതാ പോകുന്നു, അതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്താൽ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ നിയമത്തിന്റെ മുന്നിൽ പോകാനുള്ള ഏത് സഹായം ഞാനും കൂടെ ചെയ്തു തരാം. പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ. ഒലീവിയ ഇപ്പം തൊട്ടടുത്തിരിക്കുന്ന ഞാൻ ഒലീവിയക്ക് ഏതാ ഒലീവിയ എന്നൊന്നും അറിഞ്ഞൂടാ. ഉടനെ ഒരു #, വീഡിയോ ഇടുക, കഴിഞ്ഞു. 16 സബ്സ്ക്രൈബേഴ്സ് കിടന്ന് അവനും കയറി 1 ലക്ഷത്തിലേക്ക്. അത് ശരിയല്ല. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു പേരാണ് ഒലീവിയ. അത് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ റീച്ച് നേടുമ്പോൾ
ആ ഒലീവിയക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ടാണ്ട് റീച്ച് ഇട്ടത്. ഗോപാലനോ ശങ്കരനോ ഇട്ട വീഡിയോയ്ക്കൊന്നും വന്നിട്ടില്ല. ഒലീവിയ എന്നിട്ട് ആയിരക്കണക്കിന് പേര് കാണുന്നുണ്ടെങ്കിൽ ആ ഒലീവിയക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുത്തതാണ് ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട്. പലരെയും തെറി പറഞ്ഞ് നേടിയതല്ല, പലരെയും കുറ്റപ്പെടുത്തി നേടിയതല്ല, കൊള്ള റേറ്റ് മേടിച്ച് നേടിയതല്ല. അത് കഷ്ടപ്പെട്ട് നേടിയത്. അത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ഇത് ഏൽക്കുമ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും. അത് ഉറപ്പാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ആരും സമൂഹത്തിൽ ചെയ്തിട്ടില്ല. ആരും, എല്ലാവരും ഇപ്പൊ എന്നോട് ഇന്നലെ തൊട്ട് എന്നെ ക്രൂശിക്കപ്പെടുന്ന എല്ലാവരും നീ എന്തിനു വില കുറച്ചു? നിനക്ക് വില കൂട്ടി ഞങ്ങളോടൊപ്പം ആ റേറ്റ് കൊടുത്തുകൂടെ? നീ എന്തിനാ റേറ്റ് കുറച്ച്? ഞാൻ വില കുറച്ചത് കൊണ്ടാണ് എനിക്ക് ഇവരെ ഇപ്പം ജോയ്സി നാളെ ഇന്നും എന്റെ സ്റ്റാഫാണ്. ഇപ്പൊ ജോയ്സി ചിന്തിക്കുന്നത് ഇവരെ ഞാനിപ്പോ അവളെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജോയ്സി ചിന്തിക്കുന്നത് ഇവര് നാളെ ഇവരെ അടവാണ് എന്ന് അവിടെ മനസ്സിലൊരു തോന്നൽ വരത്തില്ലേ? ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാൻ പോയിട്ടില്ല. ഈ കുട്ടികളുടെ നമ്പറാണ് എല്ലാ സ്ഥലങ്ങളിലും വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് കസ്റ്റമർക്കും അവരോട് ചോദിക്കാം, ഞാൻ ഇതിനെ ടോർച്ചർ ചെയ്ത ഇതെങ്ങനെ എന്റെ കസ്റ്റമറിന്റെ ഓർഡർ എടുക്കും? ഞാൻ രാവിലെ തൊട്ട് അതിന് മാനസിക സമ്മർദ്ദം കൊടുത്ത ഇതെങ്ങനെ സന്തോഷത്തോടെ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുന്നത്? അതാകെ പോത്തില്ല. ഇപ്പൊ എന്റെ ബിസിനസ്സിന് ഞാൻ കുഴി തോണ്ടുവോ? അത് വിവരമുള്ളവർക്കറിയാം. പിന്നെ ഇവരോട് എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾ കല്ല് വാരി ഇട്ടത് ഇത്രയും പേരുടെ ജീവിതത്തിൽ കല്ല് വാരി. എനിക്കിപ്പം 10 ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ ബാധിക്കുന്നവരാണ് ഇവര്. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ ആര് വേണേലും കൊണ്ടുപോയി കൊടുക്കുക. ഇവർക്ക് ഈ ഫ്രീഡത്തിൽ ഇത്രയും എമൗണ്ട് കൊടുക്കണം. അത് കൊടുക്കണം. 8,000 10,000 എനിക്കും കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇവരെ ഇത്രയും പേരെ ഫിക്സഡ് ആയിട്ട് കൊടുത്ത് 8,000 10,000 ഇവർക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കും. 8,000 10,000 ഇവർക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാം. അപ്പൊ അവർക്ക് അതല്ലേ നല്ലത്? അവർക്ക് ജോലി ചെയ്യാതെ ഫിക്സഡ് കിട്ടുന്നില്ല, അത് വേണമെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഈ എമൗണ്ടോട് കൂടി, ഈ ഫ്രീഡത്തോടു കൂടി ഞാൻ കരുതിയതേ പോലെ ഇവരെ കരുതി ജോലി കൊടുക്കാമെങ്കിൽ സന്തോഷത്തോടെ ഞാൻ അവരുടെ കൂടി ഇവരെ പറഞ്ഞു വിടാം. എന്നിട്ട് ഞാൻ വെബ്സൈറ്റിലോട്ട് കയറി എന്റെ ബിസിനസ് ഈസിയാണ്. എന്റെ ബിസിനസിനെ ബാധിച്ചിട്ടേ ഇല്ല. എന്റെ കസ്റ്റമേഴ്സ് സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ ഉണ്ട്. ബാധിക്കുന്നത് ഇപ്പൊ ഇവരെയും അതേപോലെ തന്നെ എന്റെ വിലക്കുറവിനെയാണ്. ഞാൻ വില കുറയ്ക്കുന്നത് എന്റെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് മറ്റൊരാൾക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണ് പ്രശ്നമെങ്കിൽ, ഈ കുട്ടികളാണ് പ്രശ്നമെങ്കിൽ, ധൈര്യത്തോടെ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇവർക്ക് ഇവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ പോലെ ജോയ്സി പറഞ്ഞ പോലെ ജോയ്സിക്ക് 13 ദിവസം കൊണ്ട് 19,500 രൂപ അത് കൊടുക്കണം. 13 ദിവസം കൊണ്ട് 19,500 രൂപ കിട്ടുന്ന രീതിയിലുള്ള ജോലി കൊടുക്കണം. അത് കൊടുക്കാൻ ആര് തയ്യാറാണേലും ഞാൻ ഇവരെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി തരാൻ തയ്യാറാണ്. അവർക്ക് ആ സന്തോഷവും കൊടുക്കുക. അത് മാത്രമേ ഈ കമന്റ് ഇടുന്നവരോടും ഇവരോടും പറയുന്നുള്ളൂ. എനിക്ക് ഒരുപാട് പരാമർശങ്ങൾ പലയിടത്തുനിന്നുണ്ട്. ഇവര് എല്ലാരും കട്ടയ്ക്ക് എന്റെ കൂടെ നിൽക്കുന്നവരാ. ഇവളോട് പറയാം, ഒരു 50 ഫേക്ക് ഐ ഡി എടുക്കുക. ഈ ഇരിക്കുന്ന ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഒരു 50 ഫേക്ക് ഐ ഡി എടുത്താൽ ഞങ്ങളുടെ കമന്റുകൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് വരും. ഇവർ ഇത്രയും പേരും കൂടെ വീഡിയോസ് ചെയ്താൽ ഇവരുടെ വീഡിയോയും ഒലീവിയയുടെ റീച്ച് ആയി പോകും. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമർ എന്ന് പറയാൻ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒലീവിയയുടെ കസ്റ്റമർ, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിലുള്ള കസ്റ്റമർ, ഇവർ ഇത്രയും കൂടെ ഞങ്ങൾക്കായിട്ട് രംഗത്തേക്ക് വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കിട്ടിയേക്കുന്ന വില കുറവിലുള്ള തുണിയാണ്. അവരാരും പറയത്തില്ല ഒലീവിയ അറുത്ത് ഞങ്ങളിന്ന് മേടിച്ച് തട്ടിപ്പ് കാണിച്ചത് പറയത്തില്ല. മേടിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞല്ല ഞങ്ങൾ കൊടുക്കുന്നതും. ഇന്ന് ഓർഡർ ചെയ്ത 5 ദിവസം കഴിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ അവർക്ക് കിട്ടും. ആ കൊടുക്കുന്ന അത്രയും പേരെയും കൂടെ എനിക്ക് പൊതുവെ കൊണ്ടുവരാം. ഞങ്ങൾ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. ഇവരോട് പറഞ്ഞേക്കുന്ന ഒരു പോസിറ്റീവ് കമന്റ് പോലും ഞങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് വീഡിയോയുടെ താഴെ ഇടരുത്. ഞാൻ അറിയാതെ ജോയ്സി പോയൊരു വീഡിയോ കമന്റ് ഇട്ടു. അതിന് ജോയ്സി എന്ന് പറഞ്ഞ കുട്ടിയെ തട്ടിപ്പുകാരി എന്ന് കാണിച്ചുകൊണ്ട് മുഖം വരെ വളരെ ഇതായിട്ട് എടുത്തുകൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് എന്ത് ദ്രോഹം ചെയ്തിട്ടാ? അങ്ങനെ മാനസികമായി ടോർച്ചർ ചെയ്യുവാണ്. നമ്മളെ മാനസികമായി ടോർച്ചർ ചെയ്യുമ്പോൾ ഇന്ന് പകുതി പേരും പറയുന്നത് ഇതിനെ ഇപ്പൊ ഒരു തെറ്റ് കണ്ടാൽ അതിന്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിച്ചൂടെ? അപ്പൊ ഞാൻ ജോലി കൊടുത്തോണ്ടല്ലേ എനിക്ക് ഇന്ന് ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമായി അനുഭവിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഡിസിഷൻ എന്റെ തെറ്റായിപ്പോയി. ജോലി കൊടുക്കരുത്, ഇന്ന് ആർക്കും ജോലി കൊടുക്കരുത്. നമ്മൾ ക്യാഷ് ഉണ്ടാക്കുക, നമ്മൾ ജീവിക്കുക, അതായിരിക്കും ഇന്നത്തെ ആരെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവരുടെ മുഖത്ത് നോക്കി ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ വരരുതെന്ന്. അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ വരെ എന്റെ ചുറ്റിനും വരുന്ന ഞാൻ കളിപ്പിച്ച് ഈ അടൂര് ദേശത്തുള്ള ഓരോ ആൾക്കാർക്കും അറിയാം. ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഒരു സ്റ്റാഫ് വേണം. എന്റെ കൂടെ ഒരു സ്റ്റാഫ് ഇല്ലാതെ എന്നെ ഈ ദേശക്കാർ കണ്ടിട്ടില്ല. ഇവിടുത്തെ എല്ലാ പാർട്ടിയിലുള്ള ഇവിടുത്തെ ചെയർപേഴ്സൺ ആയിക്കോട്ടെ, വൈസ് ചെയർപേഴ്സൺ ആയിക്കോട്ടെ, മോളേന്ന് വിളിച്ചിട്ടാണ് എന്നെ ഓരോ കാര്യങ്ങൾക്കും അവര് കൊണ്ടുപോകുന്നത്. കാരണം അത്രത്തോളം ഞങ്ങൾ എല്ലാവർക്കും ഒരു നന്മ ചെയ്തുകൊണ്ടാണ്. ഞാൻ വൈസ് ചെയർപേഴ്സണോട് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ദേശത്ത് പട്ടിണിയാൽ ആരും കഴിയരുത്. നമ്മുടെ പട്ടിണിയാൽ കഴിഞ്ഞ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം.
ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം, ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ആഹാര സാധനങ്ങൾ അവർക്ക് 1 മാസത്തേക്കുള്ള ഞങ്ങൾ കൊടുക്കുമെന്ന് മിക്ക കൗൺസിലർമാർക്കും ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, മിക്കവർക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് സമൂഹത്തിനൊരു മാതൃകയാകുക, അല്ലാതെ ഞങ്ങൾ കൊണ്ടുവെക്കുന്നത് 1000 രൂപയ്ക്ക് വിറ്റിട്ട് അച്ചു ഇതാവുകയല്ല. 10 പേർക്ക് ആഹാരം കൊടുക്കണം, അതേപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം, സമൂഹത്തിന് ഞങ്ങളുടെ കുറെ സാധാരണക്കാർക്ക് റേറ്റ് കുറവിൽ കൊടുക്കും. ഇതായിരുന്നു ആഗ്രഹം. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടവൾ ഞാനാണ്. അപ്പൊ നന്മ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവരോട് വരരുതെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരോരോ പ്രതീക്ഷ, അവരുടെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യം എനിക്കറിയാം. ആ പ്രതീക്ഷ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക അവരെല്ലാം ഹാപ്പി അല്ലേ? അവർ ഈ 2-3 ദിവസമായിട്ട് അവരാരും ഹാപ്പി അല്ല. കാരണം അവരുടെ ഒറിജിനൽ ദുഃഖങ്ങൾ പുറത്തേക്ക് വന്നു. ഈ ദുഃഖങ്ങളുമായിട്ടാണ് ഇന്റർവ്യൂവിന് വരുന്നത്. ആ ദുഃഖങ്ങളിൽ നിന്ന് മാറ്റിയെടുത്ത് അവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് അവർ 3 ദിവസമായിട്ട് പ്രതീക്ഷ അറ്റുപോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞങ്ങൾക്ക് വരുന്ന അതേപോലത്തെ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ ചിന്തിച്ചോളൂ, നിങ്ങൾ ആര് വേണമെങ്കിലും ഈ കുട്ടികളെ കൊണ്ടുപോയി ജോലി കൊടുക്കുക. ഞാൻ ചെയ്ത തെറ്റതാണ്, ജോലി കൊടുത്തതാണെന്ന തെറ്റെന്നാ ഇപ്പൊ എല്ലാരും പറയുന്നത്. നിങ്ങൾ കൊടുത്തിട്ട് ഇതേപോലെ കൊടുക്കണം. അവർക്ക് 8,000 കൊടുത്ത് അവരുടെ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല, അവരുടെ കടബാധ്യത നീക്കാൻ പറ്റത്തില്ല, അവർക്ക് സ്വർണം മേടിക്കാനും മറ്റു കാര്യങ്ങൾക്കും. നിങ്ങൾ ഇതുപോലെ വില കുറച്ച് പ്രോഡക്റ്റ് ആർക്കും ചെയ്യാം ഇല്ലേ? ഇതുപോലെ റേറ്റ് കുറവിൽ പ്രോഡക്റ്റ് കൊടുക്കുക. ഇതേപോലെ കുറെ പിള്ളേർക്ക് കമ്മീഷൻ ബേസിൽ കൊടുക്കുക. അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് കമ്മീഷൻ കിട്ടിക്കൊള്ളും, അവർ രക്ഷപ്പെടട്ടെ. ഇതിനാര് മുൻപോട്ട് വരുന്നോ അവർക്കെല്ലാം മുൻപോട്ട് വരാം, അവർ ചെയ്യാം. പിന്നെ അതല്ല ഞങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല, ചെയ്യുന്ന ഒരാളെ പൂട്ടിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരാള് പോലും അറിയാത്ത ഒരാളെ എന്നെ ഇന്ന് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒലീവിയയിലെ അല്ലേന്ന് ചോദിച്ച് വിശ്വസിച്ച് എന്റെ കൂടെ ഇത് കണ്ടില്ലേ, ഞങ്ങളൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതിന്റെ ക്വാണ്ടിറ്റിയാണ്. ഒരു കടയില് ഒരു 3-4 പീസ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവെക്കുന്ന ഈ ടേബിളിന്റെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെയാണ്. അത് കൊണ്ടുവെക്കുന്നതെന്ന് പറയുന്നത് എന്റെ കസ്റ്റമറെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും, ഇത്രയും പീസ് ഞാൻ കൊണ്ടുവച്ചിട്ട് എനിക്ക് ടെൻഷൻ അല്ല. ഒരു വീഡിയോ അല്ല, ഒരു ദിവസം 3 വീഡിയോ, 30 ദിവസം ഉണ്ടെങ്കിൽ 90 വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇത്രയും കൊണ്ടുവെക്കണമെങ്കിൽ കോൺഫിഡൻസ് ആണ്. എന്റെ കസ്റ്റമർ എടുക്കും, ആ കസ്റ്റമർക്ക് കൊടുക്കണം. ആ കസ്റ്റമർ ആണ് എന്റെ ഏറ്റവും വലിയ അസറ്റ്. അവർക്ക് വേണ്ടി വെബ്സൈറ്റിൽ കൂടെ ഇത് മുൻപോട്ട് കൊണ്ടുപോയി, വെബ്സൈറ്റിൽ കൂടെ മാത്രമേ ഉള്ളൂ, വെബ്സൈറ്റിൽ കൂടെ മുന്നോട്ട് പോയി കുറച്ച് ആൺകുട്ടികളെ വെച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു ആലോചനയാണ്. അപ്പൊ ഈ കാണുന്നവർ പറഞ്ഞു, ഞാൻ കൊടുത്തു, ഇവർക്ക് ജോലി കൊടുത്തു, ഇവർക്ക് ഫ്രീഡം കൊടുത്തു, അവരെ സ്നേഹിച്ചു, അവരെ കൂടെ കൊണ്ട് നടന്നു, അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു, പക്ഷെ എന്നെ ക്രൂശിക്കുവാണ്. ഞാൻ അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇനി ആ തെറ്റിലോട്ട് ഞാൻ പോകണം? നന്മ ചെയ്തവർക്ക് എപ്പോഴും ഒരു ഫീലിങ്സ് ഉണ്ട്. എപ്പോഴും മാങ്ങയുള്ള മാവിലെ ആൾക്കാർ, പക്ഷെ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. അതൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനുള്ളതാണ്. കരച്ചിൽ വന്ന കരയും, ചിരി വന്ന ചിരിക്കും, ദേഷ്യം വന്ന ദേഷ്യം കാണിക്കും. അപ്പൊ എന്റെ സ്റ്റാഫുകള്, ഞാൻ കസ്റ്റമറെ കണ്ടിവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നവർ, അവരുടെ സ്വപ്നങ്ങൾക്ക് ഇത് ഞാൻ കൊടുത്തപ്പോ അവരിലൊരു തെറ്റ് കണ്ടാൽ എനിക്ക് തിരുത്തി കൊടുക്കാൻ എനിക്ക് റൈറ്റ് ഇല്ലയോ? എന്റെ മോനെ ഇപ്പൊ ഒരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഫീസ് കൊടുത്ത പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചോടൊരു തെറ്റ് കാണിച്ചാൽ തല്ലത്തില്ലേ, വഴക്ക് പറയത്തില്ലേ? ഞാൻ ചെന്ന് പരാതിപ്പെട്ടാൽ മതി എന്റെ കുഞ്ഞിനെ ഒന്നും അത് അവരുടെ റൂളാണ് ഇല്ലേ? ഒരു കുട്ടിയെ നന്നാക്കി കൊണ്ടുവരിക എന്നുപോലെ. ഇത്രയും കുട്ടികൾ എന്റെ സ്റ്റാഫുകളായിട്ട് കണ്ടെങ്കിൽ ഞാൻ പറയത്തില്ല. അവർ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരാളെയെങ്കിലും ഞാൻ ചേർത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ അവർ ധൈര്യത്തോടെ പ്രൂഫുമായിട്ട് വരട്ടെ. ഞാൻ ചെന്നു, എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെന്നോട് മിണ്ടിയിട്ടില്ല, അവരെന്റെ കൂടെ ചിരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരാൾ, ഞാൻ വരുന്ന എല്ലാവരുടെ കൂടെയും ഞാൻ ഇരിക്കും, അവരുടെ സങ്കടം കേൾക്കും, കരയും, അവരോടൊപ്പം ഇരിക്കും. എന്നിട്ട് അവരെന്തായി പറയുന്നത്? പിന്നെ 1500ഓളം കമന്റുകളാണ്. ഈ 1500 പേരും ഒലീവിയ വർക്ക് ചെയ്തവരല്ലേ. ഇതിനകത്ത് പകുതിയും തലയും വാലും പേരും ഒന്നും ഇല്ലാത്തപ്പോ ഒരു കാര്യം കിട്ടിയപ്പോ അതിനെ കയറി പിടിച്ച ഒരു മാഫിയ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മാഫിയ, അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കട്ടെ, അതേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ പേടിച്ചോടുക അത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. പറയട്ടെ, ഈ നാട്ടിൽ എന്നെയും കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെയും കൊണ്ടോ എന്തെങ്കിലും ഈ പിള്ളേരെയും കൊണ്ടോ എന്തെങ്കിലും ഒരു ദ്രോഹം ആർക്കെങ്കിലും ഉണ്ടെന്ന് പറയട്ടെ. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും ഈ കൊച്ചുങ്ങൾ വന്ന ശേഷം അവർക്ക് ബിസിനസ് കൂടത്തേ ഉള്ളൂ. ഒരു നാരങ്ങാവെള്ളം വിൽക്കുന്ന ഈ പിള്ളേർ ഇറങ്ങിക്കഴിഞ്ഞാൽ 10 നാരങ്ങാവെള്ളം കുടിക്കത്തില്ല. അടൂരിൽ ഒരു വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും അവർക്ക് ആർക്കും ഒരു ദ്രോഹമല്ല ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ എന്റെ സമൂഹം പറയട്ടെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയട്ടെ, ഞാൻ ഇനി എന്ത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന്. കാരണം ഞാൻ ഇത്രയും പേര്, എന്റെ ഒരു ഡ്രീം ആയിരുന്നു ഇത്രയും കുടുംബങ്ങൾക്കൊരു നല്ലത് കൊടുക്കണം. ഇവരാരുടെയും മുന്നിൽ 10 രൂപയ്ക്ക് കൈ നീട്ടില്ല. മനസ്സിലായില്ലേ? എനിക്കൊരു മാല മേടിക്കണമെന്ന് തോന്നിയാൽ എന്റെ സാലറിയിൽ അത് മേടിക്കണം. ഹസ്ബൻഡിനോട് ചോദിക്കരുത്, എന്റെ വീട്ടുകാരോട് ചോദിക്കരുത്. അതിന് ഞാൻ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തു, ഇതെല്ലാം ഈ റേറ്റ് കൊടുത്തു, പ്രോഫിറ്റ് മേടിച്ചില്ല. പ്രോഫിറ്റിൽ എന്നല്ല, നമുക്ക് ബിസിനസ്സിന് ഒരു മാർജിൻ ഉണ്ട്, അത് ഞാനും ഇടും. അതില്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാം, അതിടും.
അതിനപ്പുറം എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടില്ല. ഞാൻ ഇവരെ ചേർത്ത് പിടിച്ചിട്ടില്ല. നീ പോയതിൽ ആരെങ്കിലും ഈ കമന്റ് ഇടുന്ന, തലയില്ലാതെ കമന്റ് ഇടുന്നവരല്ല, ഒറിജിനൽ ID കൂടെ വന്ന് നിങ്ങൾ ഓരോരുത്തർക്കും വോയിസ് ക്ലിപ്പുകൾ കൊടുക്കുക. നിങ്ങൾ പറ, ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛമാം എന്നെ ചേർത്ത് നിർത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ ഒരു എവിഡൻസ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും, അല്ല അതൊരു വോയിസ് ക്ലിപ്പ് അല്ല, എനിക്ക് ഈ സ്റ്റാഫുകളുടെ ഇത്രയും കൂടെ വോയിസ് ക്ലിപ്പ് എടുത്ത് തന്നുകൂടെ? അതല്ല, അത് കൃത്യമായി നിങ്ങൾ വന്ന് പറയാം, ഞാൻ അവിടെ ചെന്ന് അവരെന്നെ ചേർത്തിട്ടില്ല. എന്റെ വീഡിയോസ് ഉണ്ട് ഇൻസ്റ്റഗ്രാമില്, ഒറ്റ വീഡിയോസും ഡിലീറ്റ് അല്ല, അത് കംപ്ലീറ്റ് ഞാനും ആ പ്രൂഫ് എടുത്ത് കാണിക്കും ഇവരെ എവിടെ ഞാൻ ചേർത്ത് നിർത്തും. പക്ഷെ പ്രശ്നങ്ങളുണ്ട്. പെൺകുട്ടികളാകുമ്പോൾ അവര് ഓരോ ഇഷ്യൂസ് ഉണ്ട്. അവർ പോയി കഴിയുമ്പോൾ അവർ പലതും പറയും. അതെല്ലാം നിങ്ങൾ തെറ്റാന്ന് ചൂണ്ടിക്കാണിച്ച ഇത്രയും പെൺകൊച്ചുങ്ങൾ എന്റെ കൂടെ ഇരിക്കത്തില്ല. നിങ്ങൾ പറ, ഇവർക്ക് ജോലി കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ളവരായതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ വന്ന് കമന്റ് ഇടുന്നതും വീഡിയോ ഇടുന്നതും പൂട്ടിക്കണം. അവർ കൊടുക്കട്ടെ, നിങ്ങൾ തന്നെ അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ കാര്യം ചെയ്തു. ഇപ്പൊ ജോയ്സിയുടെ രോഷം അതുപോലെ പലർക്കും ഉണ്ട്. പക്ഷെ അതുപോലെ സംസാരിക്കാൻ അറിയാത്ത കുട്ടികൾ കാണും. ഇവരെ ഒന്നും ഞാൻ വീഡിയോയിൽ സംസാരിപ്പിച്ചിട്ടില്ല. അവരോരോ കുടുംബങ്ങളിൽ നിന്ന് പിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവരിന്ന ഇത് വരുമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ പ്രാപ്തി. ജോയ്സി എന്ന് പറയുമ്പോൾ അവർ ഫീൽഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ജോയ്സി അത് ജോയ്സിയെ ഞാൻ ബൂസ്റ്റ് ചെയ്ത് സംസാരിപ്പിക്കുന്നതൊന്നുമല്ല. അതുപോലെ ഇവർക്കെല്ലാം ഉണ്ട്. ഇത് 3 വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുക. 3 വർഷം ഇതേ ചിരിച്ചല്ലാതെ പല്ല് അടച്ചു വെക്കാൻ പറഞ്ഞാൽ പോലും ഇരിക്കില്ല. ആ 3 വർഷമായിട്ട് നിൽക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അവിടെ കൂടെ നിൽക്കുന്നവരല്ല കൂടുതൽ അവളെ സീരിയസ്. ഹാപ്പി അല്ലേ അവിടെ? ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല. ഞാനിവിടെ 3 വർഷമായിട്ട് നിൽക്കുകയാണ്. നല്ല സാലറി ഉണ്ട്, നല്ല ഫ്രീഡം ഉണ്ട്. മാമായിൽ നല്ല രീതിയിലാണ് നമ്മുടെ ഒരു ഓണർ എന്നുള്ള ഇതിലല്ലാതെ ഒരു സഹോദരിയെ പോലെ ചേർത്ത് നിർത്തിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് തന്നെ. ടോപ്പുകള് നല്ലതാണെങ്കിൽ എന്റെ കസ്റ്റമർ എടുക്കും അല്ലേ? ഞാൻ ഇലക്ഷന് നിൽക്കുവല്ല, ഇവരെ ഇത്രയും പേരെയും കാണിച്ച് നാട്ടിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഈ കാണുന്നവരുടെ പബ്ലിക്കിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് എനിക്കൊരു വെള്ളപൂശൽ, എനിക്ക് എന്തിന്റെ പേരില ക്രിയേറ്റ് ചെയ്യേണ്ട? ഏത് സ്ഥാപനത്തില കൊണ്ടുവെക്കുന്ന പ്രോഡക്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തീർന്ന ഇവർ KFC നിന്ന് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ എല്ലാം കൂടെ വീണ്ടും അടുത്ത് എന്റെ പ്രോഡക്റ്റ് എടുക്കുമോ? അത് ചിന്തിക്കുന്നത് തെറ്റാണ്. ഞങ്ങളുടെ സന്തോഷം അത് മറ്റൊരാളായ മാതൃകയാവുക. ഇതുപോലെ ഇനിയും അതുകൊണ്ട് എത്ര പേര് ഇപ്പൊ ഞങ്ങൾ വില കുറച്ചതോടെ എത്രയോ പേര് റേറ്റ് താഴ്ത്തി, എത്രയോ പേർക്ക് റേറ്റ് കുറവ് പ്രോഡക്റ്റ് കിട്ടാൻ പറ്റി, എത്രയോ പേര് സ്റ്റാഫുകളെ ദൂരത്ത് നിർത്തി എല്ലാരും ഇപ്പൊ സ്റ്റാഫുകളെ പുറത്തു കൊണ്ടുപോകുന്നല്ലോ. അതൊക്കെ ഒരു മാതൃകയാണ്. അതെല്ലാം അങ്ങ് തെറ്റെന്ന് പറയാൻ പറ്റും. ഒരു ബിസിനസ്സിന് അപ്ഡേറ്റഡ് ആവണം. നമ്മൾ ഇന്നലെ ജീവിച്ച പോലെ അല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ എന്റെ പിള്ളേർ, എനിക്ക് ഇത്രയും പേര് എന്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഹാപ്പി ആണെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ ആ KFC കൊടുക്കുന്ന സമയത്തേക്ക് അവർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ ചിരിച്ചു നിൽക്കണം, അത് കഴിയുമ്പോഴത്തേക്ക് ആ ഇഞ്ചക്ഷന്റെ ഡോസ് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു. അങ്ങനല്ല, ഇവിടെ എപ്പോ വന്നാലും അവര് ഹാപ്പിയാണ്. പിന്നെ 3 ദിവസമായിട്ട് അവർ ഹാപ്പി അല്ല, അവരുടെ ഫേസിൽ വിഷമം കാണും. അത് ഒരു നിമിഷം കൊണ്ട് തകർത്തതാണ്. അത് പലരും തകർത്തതാണ് ഒരു നിമിഷം കൊണ്ട്. അവരുടെ മനസ്സിനകത്ത് ആ സങ്കടം ഉണ്ട്, അത് അവരുടെ ഫേസിൽ എഫക്ട് ചെയ്യും. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതേ ഉള്ളൂ. ഈ പ്രശ്നം ഉണ്ടാകുന്നത് വരെ ഇവിടെ യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ലായിരുന്നു. ഹാപ്പിയായിരുന്നു. നമ്മള് കൂട്ടത്തിലിരുന്ന് കാര്യം പറയും, സംസാരിക്കും, ജോലി ചെയ്യും, എല്ലാം ഒരു രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് എല്ലാരും ഡൗൺ ആണ്. ഓക്കെ.